നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ഭരണഘടനയെ ഇല്ലാതാക്കാൻ, വിദ്വേഷം വളർത്താൻ, സായുധ സേന രൂപീകരിക്കാൻ, എതിരാളികളെ ഇല്ലാതാക്കാൻ, ശരിയ നടപ്പാക്കാൻ, രാജ്യത്തൊരു ഖാലിഫേറ്റ് സ്ഥാപിക്കാൻ ഭീകരപ്രവർത്തനം നടത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. ഈ വിധി നിങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിലൂടെ അറിയുകയോ കേൾക്കുകയോ ഉണ്ടായോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആരെങ്കിലും ഈ വിധി ചുവട് പിടിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്തുകയോ ഇതിനെ ജനങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന തരത്തിൽ അവർ പ്രതിപാദിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ഉണ്ടായോ? ഇല്ല എന്നായിരിക്കും ഉത്തരം. ഒന്നുകൂടി ഒന്ന് നോക്കുക. ഇത് ശ്രീജിത്ത് പണിക്കർ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഞാൻ വായിച്ചത്. ശ്രീജിത്ത് പണിക്കർ അതിനെപ്പറ്റി പിന്നീട് വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇങ്ങനെയൊരു സുപ്രധാനമായിട്ടുള്ള വിധി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി പറഞ്ഞിട്ടും ഇവിടെയുള്ള എത്ര മലയാള മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി, ഇത് വിശദീകരിച്ചു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു എന്നൊന്ന് ആലോചിക്കുക. പോപ്പുലർ ഫ്രണ്ടിൻ്റെ തലയും പ്രധാന ആളുകളുമൊക്കെ ജയിലിനകത്താണെങ്കിലും ഉടലും വാലും മറ്റു ചിലതൊക്കെ ഇപ്പോഴും ഇവിടെയൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഓർമ്മയുണ്ടല്ലോ, സിദ്ദിഖ് കാപ്പൻ മാധ്യമപ്രവർത്തകനായിരുന്നു. അങ്ങ് യു പിയിൽ യോഗി ഭരിക്കുന്ന യു പിയിലായതുകൊണ്ട് മാത്രമാണ് അയാൾ ഏതാണ്ട് 1.5 വർഷത്തോളം ജയിലിൽ കിടന്നിരുന്നത്. ഇവിടെയാണെങ്കിൽ അയാൾ സ്വാതന്ത്ര്യത്തിലൂടെ നടക്കുകയായിരുന്നു. കാരണം ഇവിടെ അങ്ങനെയുള്ളവർക്ക് വളരാൻ പറ്റിയ മണ്ണാണ്. എത്രമേൽ ദേശവിരുദ്ധത കാണിച്ചാലും ഈ മണ്ണിൽ നടക്കാം. അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. മാധ്യമ സ്ഥാപനത്തിൻ്റെ മറവിൽ അവർക്ക് ഒളിക്കാം. പ്രവർത്തകൻ എന്ന പേരിൽ അവർക്ക് നടക്കാം. രാഷ്ട്രീയ നേതാവ് എന്ന പേരിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന പേരിലും അവർക്ക് നടക്കാം. അതാണ് കേരളം. ഇനി കേരളം ആർജിച്ചിരിക്കുന്ന പ്രബുദ്ധത ഇതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ രാജ്യത്ത് നിർണായകമായ ഒരു കാര്യത്തിൽ വിധി വന്നിട്ട് പോലും ഇവിടെയുള്ള മാധ്യമങ്ങൾ നിങ്ങളോട് പറയുന്നില്ല എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ജീവനൊക്കെ എന്ത് സുരക്ഷയാണ് ഉള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്ര ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും നിഗമനങ്ങളും നടത്തിയതിനു ശേഷമാണ് കോടതി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, ഭരണഘടനയെ ഇല്ലാതാക്കാൻ, വിദ്വേഷം വളർത്താൻ, സായുധ സേന രൂപീകരിക്കാൻ, എതിരാളികളെ ഇല്ലാതാക്കാൻ, ശരിയ നടപ്പാക്കാൻ, രാജ്യത്തൊരു ഖാലിഫേറ്റ് സ്ഥാപിക്കാൻ ഭീകരപ്രവർത്തനം നടത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ടെന്ന്. ഇത് ഒരുപക്ഷെ ഒരൊറ്റക്കോളം വാർത്തയായിട്ട് അകത്ത പത്രത്തിൽ, അകത്ത പേജിൽ എവിടെയായിട്ടും അവർ പ്രസിദ്ധീകരിച്ച് കാണും. അല്ലെങ്കിൽ 100 വാർത്തകൾ എന്ന് പറഞ്ഞ് സ്പീഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ ചില പങ്ക്തിയുണ്ട് ചില മാധ്യമങ്ങൾക്ക്. അതിൻ്റെ കൂട്ടത്തിൽ ആ 100 എണ്ണത്തിൽ 99 ഇത് കയറ്റി വിട്ടിരിക്കുക. അത്രേ അവർ അതിന് പ്രാധാന്യം കൊടുത്തുള്ളൂ. പക്ഷേ നമുക്ക് കണ്ണും കാതും തുറന്നു തന്നെ ഇരിക്കണം. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഘടന ഏറ്റവും കൂടുതൽ വളർന്നു കയറിയത് നമ്മുടെ കേരളത്തിലാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ഇടതിനും വലതിനും ഭരണത്തിലേറാൻ വേണ്ടി മാത്രം, ഓർക്കുക, നാട് നന്നാക്കാനല്ല, രാജ്യത്തെ നന്നാക്കാനല്ല, ഭരണത്തിലേറാൻ വേണ്ടി മാത്രം ഇത്തരം വിധ്വംസക ശക്തികളെ കൂട്ടുപിടിച്ച് നിൽക്കുന്നു. അവർക്കറിയാം ഇവർ വിനാശകാരികളാണ് എന്നറിയാം. പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് തന്നെ കൂട്ടു നിൽക്കുന്നു. എത്ര വലിയ തെറ്റാണ് അവർ ചെയ്യുന്നത് എന്നോർക്കുക. അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ പോലും വോട്ട് ബാങ്ക് പേടിച്ച് അതിനെതിരെ അവർ നിൽക്കാറില്ല. അത്തരം വാർത്തകൾ പോലും ഇപ്പോഴും മുക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലായിട്ട് പോലും ഇവർ ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ അവരുടെ ഈ മാധ്യമധർമ്മം എന്ന് പറഞ്ഞ സംഗതി എവിടെ പോയി കിടക്കുന്നു? ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമം എന്നാണ് പറയുന്നത്. പക്ഷേ ആ 4ാം തൂണ് ചെയ്യുന്ന പണി എന്താണ്? 5ാം പത്തിയുടെ പണിയാണ് ചെയ്യുന്നത്. ഇതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം. ഞങ്ങളെപ്പോലുള്ള ഓൺലൈൻ ചാനലുകളും ചില മറ്റൊന്നും ഭയപ്പെടാതെ വിളിച്ചു പറയുന്ന ചില വ്യക്തികളുമൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം ന്യൂസുകളൊക്കെ നിങ്ങൾ അറിയുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇതുപോലും അറിയില്ലായിരുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.